സ്കൂൾ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചകളിലേക്ക് പോകാം. ഇനി നമുക്ക് എറണാകുളം ജില്ലയിലേക്കാണ് പോകേണ്ടത്. അവിടെ എളമക്കരയിലെ സരസ്വതി വിദ്യാനികേതനിൽ മിഥുൻ അയ്യപ്പൻ ഉണ്ട്, ഞങ്ങളുടെ പ്രതിനിധി. മിഥുൻ, സരസ്വതി വിദ്യാനികേതനിൽ നിന്നുള്ള ദൃശ്യങ്ങൾ രാവിലെ മുതൽ തന്നെ പുത്തൻപുരലിയിൽ തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഇപ്പോൾ പ്രവേശനോത്സവം അവിടെ ആരംഭിച്ചു. ഭാരതത്തിൻ്റെ തനത് സംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സ്കൂളാണ്. അപ്പോൾ അവിടുത്തെ പ്രവേശനോത്സവത്തിൻ്റെ വിശേഷങ്ങൾ പറയൂ മിഥുൻ. തീർച്ചയായിട്ടും പ്രവേശനോത്സവത്തിൻ്റെ ചടങ്ങ് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അവിടെ അതിൻ്റെ അസംബ്ലി ആരംഭിച്ചിരിക്കുകയാണ്. അല്പസമയം മുമ്പ് അതിൻ്റെ പ്രാർത്ഥന എല്ലാമാണ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം തന്നെ ഭാരതീയ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളോട് ചേർന്ന്, അതുപോലെ തന്നെ ഭാരതീയ ആശയങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വിദ്യാലയമാണ് ഇത്തരത്തിൽ വിദ്യാനികേതൻ സ്കൂളുകൾ എന്ന് പറയുന്നത്. അത്തരത്തിൽ തന്നെ ആ വിദ്യാനികേതൻ സ്കൂളുകൾ ഇന്നത്തെ പ്രവേശനോത്സവവും അത്തരത്തിൽ സമാനമായി തന്നെയാണുള്ളത്. രാവിലെ തന്നെ ഇവിടെ ഗണപതി ഹോമവും അതുപോലെ തന്നെ ഇപ്പോൾ പ്രാർത്ഥനയും എല്ലാം തന്നെ ശാന്തിമന്ത്രവും എല്ലാമായി ഇവിടെ കുട്ടികൾ ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് ആരംഭത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് കുട്ടികൾ എത്തിച്ചേർന്നിരുന്നു. ഇന്നിപ്പോൾ KG കുട്ടികൾ ഏതാണ്ട് 10 മണി മുതലാണ് അവരെത്തുന്നത്. ഇപ്പോൾ സ്കൂളിൻ്റെ അഡ്മിൻ കൂടിയായ അരുൺ ചേരുകയാണ്. ചേട്ടാ, എങ്ങനെയാണ് ഇപ്പോൾ പ്രവേശനോത്സവത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു? സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? ഏകദേശം 8:15 എല്ലാ വിദ്യാർത്ഥികളും ഇവിടെ എത്തിച്ചേർന്നു. ഇവിടെ ഗംഭീരമായ സ്വീകരണമാണ് കുട്ടികൾക്ക് നൽകിയത്. വരുന്ന കുട്ടികൾ തന്നെ അവതരിപ്പിച്ച ചെണ്ടമേളത്തോടു കൂടിയാണ് അവരെ എതിരേറ്റത്. കൂടാതെ ഇപ്പോൾ ഒരു ടാബ്ലോ പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ ഒരു ഭീതി, സ്കൂളിലേക്കുള്ള ഒരു ഭീതി മാറ്റിക്കൊണ്ട് അവരെ തികച്ചും സൗഹൃദപരമായ അന്തരീക്ഷത്തിൽ അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത് ഒരു വർഷത്തേക്കുള്ള അവരുടെ ആ വിദ്യാഭ്യാസ കാലഘട്ടം ഭംഗിയായി അവരെ നിർവഹിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. അതിലൂടെ അവർക്ക് ഒരു ഉന്നത നിലവാരം എത്തുന്നതുവരെയുള്ള ഒരു സംസ്കാരവും പകർന്നു നൽകുക എന്നതാണ് ഈ ചടങ്ങിൻ്റെയൊക്കെ ഉദ്ദേശം. അതോടുകൂടി ഇപ്പോൾ നമ്മളുടെ അസംബ്ലി ആരംഭിച്ചിരിക്കുകയാണ്. അസംബ്ലിയിൽ മാന്യ വ്യക്തികൾ അവിടെ ഉപവിഷ്ടരാണ്. അവരെല്ലാം സ്വാഗതം ചെയ്യുന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി കൊച്ചുകുട്ടികൾക്കുള്ള ഒരു അസംബ്ലി വേറെ, പുതിയ കൊച്ചുകുട്ടികൾക്കുള്ള അസംബ്ലി വേറെ നമ്മളിവിടെ അക്ഷയ ഹാളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ കുട്ടികളുടെ ഇവിടെ എന്തൊക്കെയോ അവരൊരു വർക്കിംഗ് മോഡൽ ATL എന്ന് പറഞ്ഞ അടൽ ടെക്നിക്കൽ എന്ന് പറഞ്ഞിരുന്ന ഒരു പദ്ധതി, വിദ്യാഭ്യാസ പദ്ധതി പ്രകാരം നമ്മളുടെ ഇവിടെ സജീവമായി ഹാക്കത്തോൺ പോലുള്ള കാര്യങ്ങൾ നടത്തി വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ATLൻ്റെ സജീവ വിദ്യാർത്ഥികളായിട്ടുള്ള, അല്ലെങ്കിൽ കൂടുതൽ ടെക്നിക്കലായിട്ടുള്ള ഇതുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള അവർ അവതരിപ്പിച്ചിരിക്കുന്ന കുറേ മോഡൽസാണത്. ഹരിസാറാണ് അത് കൈകാര്യം ചെയ്യുന്നത്. എന്താണിത്? ഇതിനെക്കുറിച്ചൊന്ന് പറയും. കുട്ടികൾക്കെല്ലാം, വരുന്ന പുതിയ കുട്ടികൾക്കെല്ലാം ഒരു പ്രചോദനം എന്നുള്ള നിലയ്ക്കാണ്. ഇതെന്ന് പറഞ്ഞാൽ ക്വാർക്കി നാവിഗേഷൻ എന്നാണ് പറയുന്നത്. ക്വാർക്കി നാവിഗേഷൻ ഇതെന്ന് പറഞ്ഞാൽ വരുന്ന കുട്ടികൾക്ക് നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന പ്രൊജക്റ്റിനും നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പ്രൊജക്റ്റിനെ പറ്റി കാണിച്ചു കൊടുക്കാനുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. ഇത് ഏത് പദ്ധതി പ്രകാരമാണ്? അടൽ ഏത് ഒരു ATL ലാബിന്റെ മുൻ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള ഒരു പദ്ധതി. ഇതെന്താണെന്നൊന്ന് പറഞ്ഞു കൊടുക്കാം. ഇത് പറയാൻ ക്വാർക്കി നാവിഗേഷനാണ്. നമ്മളിപ്പം ഇതുകൊണ്ട് നമ്മൾ ബ്ലൂടൂത്ത് വഴി ഇത് കണക്ട് ചെയ്തിട്ട് നമുക്കിത് കൺട്രോൾ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് അങ്ങനെയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഇത് മാത്രമാണോ, അല്ലെങ്കിൽ ഇതുപോലെ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തി വരാറുണ്ടോ? സ്കൂളിൽ ഹാക്കത്തോൺസ് നടക്കാറുണ്ട്, കുറേ എല്ലാ കൊല്ലവും നടക്കാറുണ്ട്. ഇതിന്റെ ചുക്കാൻ പിടിക്കുന്ന സാറാണല്ലേ? പറയൂ, എന്താണ് ഇതിനെക്കുറിച്ച്? സോ ഇത് നമ്മളൊരു ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ഇൻറ്ററാക്റ്റീവ് പ്രൊജക്ട്, നമ്മുടെ സ്കൂൾ സ്റ്റുഡൻസ് വരുന്നു, അപ്പോൾ ജസ്റ്റ് എപ്പോഴും വെറുതെ പ്രൊജക്ട്സ് മാത്രം കാണുന്ന പകരം ഒരു ഗെയിം, ഒരു ചലഞ്ചിങ് ഗെയിമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് തന്നെയാണ് നമ്മൾ ബിൽഡ് ചെയ്തിരുന്നത്. കുട്ടികളെ ഈ ശാസ്ത്ര അഭിരുചിയൊക്കെ ഇങ്ങനെ വളർത്തുന്നതിന്, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്നതിനൊക്കെ വേണ്ടി എന്നുകൂടി തീർച്ചയായും അടൽ ടിങ്കറിംഗ് ലാബിന്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ്? ഇവിടെ നമ്മൾ ഓൾറെഡി നമ്മളെപ്പോഴും പ്രൊജക്ട്സ് ആണ്, ഫുൾ ടൈം പ്രൊജക്ട്സ് ഉണ്ട്. ഇവർക്ക് തിയറി ക്ലാസ്സസും ഉണ്ട്, തിയറി ക്ലാസ് ആൻഡ് പ്രൊജക്ട്സ്. പിന്നെ നമ്മൾ കോമ്പറ്റീഷൻസ് കുറേ ഉണ്ട്. പിന്നെ നമ്മളിവിടെ ഇയർലി ഹാക്കത്തോൺ എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻസ് ഉണ്ട്. അത് നമ്മുടെ ഹോൾ ഇന്ത്യയാണ്. സോ അതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് നമുക്കിവിടെ ഡെയിലി പ്രൊജക്ട് സബ്മിഷൻ ഉണ്ട്, വീക്ക്ലി ഒരു ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ നമുക്ക് ഒരു എക്സ്പോ ഇടയ്ക്ക് നടത്താറുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ കുട്ടികൾ ഒരു കൗതുകവും, ആദ്യ ദിവസം തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം കാണുമ്പോൾ ഒരു കൗതുകമൊക്കെ കാണും. ഇത് നമ്മുടെ ഇതൊരു ഗെയിമല്ലേ? ഇതിങ്ങനെ കുട്ടികളെ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആക്കാൻ പറ്റും. അതെ, ഇത് കളറൊക്കെ കണ്ടോ, മിനിനൊക്കെ കണ്ടോ, അത് പിള്ളേരെ ട്രൈ ചെയ്യാനാണ്. കുട്ടികളൊക്കെ വന്ന് ചെയ്ത് നോക്കിയോ? നോക്കി
ഇതിനു മുമ്പ് നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവള് കൾച്ചർ പിള്ളേർ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. അതാണ് പുതുതായി എത്തുന്ന കുട്ടികൾക്ക് ഇങ്ങനെ പുതിയ പുതിയ പദ്ധതികളിലൂടെ കൂടുതൽ ശാസ്ത്രീയ അവബോധം ഉണ്ടാക്കുക, ഒപ്പം തന്നെ കൂടുതൽ ഈ സ്കൂൾ അന്തരീക്ഷവുമായി ഇണങ്ങിപ്പിക്കുക എന്നുള്ളതെല്ലാമാണ് ഇതിൻ്റെ എല്ലാം ഉദ്ദേശം. ഇപ്പോൾ വലിയൊരു ആന, ഇത്ര നേരം ഇതൊരു ആനയെല്ലാം തന്നെ ഒരു ഇതാക്കിയിരുന്നു. ഇത് കഴിഞ്ഞോ? ആനയുടെ പരിപാടി കഴിഞ്ഞോ? ഒരു ആനയെ ഇങ്ങനെ ഒരു ബലൂണൊക്കെ ആക്കി ഇവിടെ വെച്ചിരുന്നു. ഇപ്പോൾ അങ്ങനെ കൊച്ചു കുട്ടികളുടെ ഒരു അസംബ്ലി ഉണ്ട്. അതായത് പുതുതായി വരുന്ന കുട്ടികളുടെ അസംബ്ലി അത് 10 മണിയോട് കൂടിയാണ് ചേരുന്നത്. ഇപ്പോൾ നിലവിൽ 3ാം ക്ലാസ് മുതലുള്ള കുട്ടികളും കുട്ടികളുടെ ഒരു അസംബ്ലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ആവേശത്തിൽ തന്നെയാണ് കുട്ടികളുള്ളത്. കാരണം 2 മാസത്തെ തങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം പിരിഞ്ഞിരുന്ന ഒരു 2 മാസക്കാലമാണ്. അതിനുശേഷം വീണ്ടും കുട്ടികൾ സ്കൂളിലേക്ക് എത്തുന്നു. ഒപ്പം തന്നെ ആ ഫ്രീ ടൈം എല്ലാം മിസ് ചെയ്യുന്നതിൻ്റെ എല്ലാം ഒരു ബുദ്ധിമുട്ട് കൂടി കുട്ടികൾക്കുണ്ട്. കുട്ടികളെല്ലാം തന്നെ അവിടെ കുട്ടികളുടെ അടുത്തേക്ക് ഇപ്പോൾ പോകാൻ കഴിയില്ല. അവിടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ അസംബ്ലിയും പ്രസംഗങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും രാവിലെ മുതൽ തന്നെ കുട്ടികൾ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഈ സരസ്വതി വിദ്യാനികേതനയിൽ കുട്ടികൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ മിഥുൻ, എന്തായാലും സരസ്വതി വിദ്യാനികേതനിലെ വിശേഷങ്ങളാണ് മിഥുൻ അയ്യപ്പൻ പങ്കുവച്ചത്. നേരെ നമുക്ക് കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട് അരബിന്ദോ സ്കൂളിലേക്ക് പോകാം. അവിടെ മിഥുൻ മുരളി തയ്യാറാണ്. മിഥുൻ, കോട്ടയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളുകളിൽ ഒന്നാണല്ലോ അരബിന്ദോ. അവിടെ എങ്ങനെയാണ് പ്രവേശനോത്സവം? വ്യത്യസ്തമായ രീതിയിൽ പ്രവേശനോത്സവങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു സ്കൂളാണ്. അവിടുത്തെ വിശേഷങ്ങൾ എന്താണ് മിഥുൻ? ഗൗതം, നമ്മുടെ ഭാരതീയ സംസ്കാരവും പൈതൃകവും എല്ലാം അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു പ്രവേശനോത്സവമാണ് അരവിന്ദ വിദ്യാമന്ദിരം സീനിയർ സെക്കൻഡറി സ്കൂളിൽ പള്ളിക്കത്തോട്, കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട വിദ്യാലയമാണ് ഇവിടെ നടക്കുന്നത്. വിദ്യാർത്ഥികൾക്കായിട്ട് രാവിലെ അഗ്നിഹോത്രം ചടങ്ങ് ഉണ്ട്. പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി, ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഭാരതീയ പൈതൃകം കുട്ടികൾക്ക് പുതുതലമുറയ്ക്ക് പകർന്നു നൽകിക്കൊണ്ട് അവരെ സ്വാഗതം ചെയ്യുകയാണ് ഈ വിദ്യാലയം. രാവിലെ അഗ്നിഹോത്രം ചടങ്ങ് ഇവിടെ മനോഹരമായി തന്നെ ഭംഗിയായി തന്നെ പൂർത്തീകരിച്ചു. അതിനുശേഷം ആരതി ഒഴിഞ്ഞുകൊണ്ടാണ് വിദ്യാലയത്തിലേക്ക് വിദ്യാർത്ഥികളെ എല്ലാവരെയും അധ്യാപകർ സ്വീകരിക്കുന്നത്. ആ ചടങ്ങും ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. കുട്ടികൾ വരുന്ന മുറയ്ക്ക്, വിദ്യാർത്ഥികൾ വരുന്ന മുറയ്ക്ക് ആരതി ഒഴിഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളെ അധ്യാപകർ സ്കൂളിലേക്ക് സ്വീകരിക്കുകയാണ്. ഒരു അധ്യയന വർഷത്തിലേക്ക് അവർ കടക്കുമ്പോൾ ഏറ്റവും മനോഹരമായ ഭംഗികരമായിട്ടുള്ള ഒരു അധ്യയന വർഷം അവർക്ക് പ്രാർത്ഥനാ നിർഭരമായിട്ട് അധ്യാപകർ ആശംസിച്ചുകൊണ്ട് അവർക്ക് നൽകിക്കൊണ്ട് അവരെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച അല്പസമയം മുൻപ് അരവിന്ദ വിദ്യാമന്ദിരം സീനിയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കണ്ടു. ഇനി ഉള്ളത് കുട്ടികൾ വരുന്ന മുറയ്ക്ക്, വിദ്യാർത്ഥികൾ വരുന്ന മുറയ്ക്ക് ഈ രീതിയിൽ തന്നെ ഇവരെ സ്വാഗതം ചെയ്യുന്ന ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വളരെ വിശിഷ്ടമായിട്ടുള്ള ചടങ്ങുകളിലൂടെയാണ് സ്കൂളിലെ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരതി ഒഴിഞ്ഞ് കുട്ടികളെ സ്വാഗതം ചെയ്യുന്ന ചടങ്ങ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് സ്കൂളിൻ്റെ തനതായിട്ടുള്ള ആ വിശിഷ്ടമായിട്ടുള്ള ചടങ്ങ്? നമസ്തേ. തീർച്ചയായിട്ടും ഭാരതീയ സംസ്കാരത്തിൻ്റെ പൈതൃകം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അരവിന്ദ വിദ്യാമന്ദിരം മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ മോഡേൺ ടെക്നോളജി ബേസ് ചെയ്തുകൊണ്ടുള്ള എഡ്യൂക്കേഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കുട്ടികളെ പുതിയ അധ്യയന വർഷത്തിലേക്ക് ആരതി ഒഴിഞ്ഞുകൊണ്ട് അധ്യാപകർ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ പുതിയതായിട്ട് ജോയിൻ ചെയ്ത അധ്യാപകരെയും നമ്മൾ അങ്ങനെ തന്നെയാണ് സ്വീകരിക്കുന്നത്. അഗ്നിഹോത്രം ചടങ്ങ് ഭാരതീയ സംസ്കാര പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചടങ്ങോട് കൂടിയായിരുന്നു തുടക്കം. വിശിഷ്ടമായിട്ടുള്ള ചടങ്ങുകൾ സ്കൂളിൻ്റെ പ്രത്യേകതയാണ്. അതെ, നമ്മൾ എല്ലാ മലയാള മാസവും 1-ാം തീയതി അഗ്നിഹോത്ര ചടങ്ങ് ഇവിടെ നടത്തുന്നുണ്ട്. അതിൽ അധ്യാപകരും കുട്ടികളും പങ്കാളികളാവുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇപ്പോൾ അസംബ്ലിയുടെ ഭാഗമായിട്ട് കുട്ടികൾ അണിനിരക്കുകയാണ് വിദ്യാലയത്തിന് മുൻപിൽ? ഇനി എന്തൊക്കെയാണ് പ്രത്യേകമായിട്ടുള്ള പരിപാടികൾ? ഇന്ന് നമുക്ക് ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഉദ്ഘാടന സമ്മേളനമാണ് ആദ്യമായിട്ട്. അതിൽ ഡോക്ടർ വി ജോർജ് കുട്ടി, പ്രിൻസിപ്പൽ ഓഫ് സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പാലായാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ഭാരതീയ വിദ്യാനികേതൻ്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ പി ജയശങ്കർ മുഖ്യപ്രഭാഷണം നടത്തുന്നു. പുതിയ കുട്ടികളെ അങ്ങനെ ഈ വിദ്യാലയവും വരവേൽക്കുകയാണ്. പ്രവേശനോത്സവത്തിന് വേണ്ടി എത്തിയിരിക്കുന്ന കുട്ടികളെ തനതായിട്ടുള്ള സംസ്കാര പാരമ്പര്യ ആ വിശിഷ്ടമായിട്ടുള്ള ചടങ്ങുകളിലൂടെ തന്നെ കുട്ടികളെ ആ വിദ്യാലയത്തിലേക്ക് ആനയിക്കുന്ന കാഴ്ചയാണ്, മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കണ്ടത്. എന്തായാലും ആ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള അസംബ്ലി ചടങ്ങിന് വേണ്ടി കുട്ടികൾ അണിനിരന്നിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും ഭംഗികരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള വിദ്യാലയ മുഹൂർത്തങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടി കുട്ടികൾ കാത്തിരിക്കുന്ന ആ കാഴ്ച എങ്ങനെയുണ്ട്? അടുത്ത അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ സന്തോഷം. നിങ്ങളേതായിട്ടുള്ള കുറച്ച് ചടങ്ങുകളൊക്കെ കഴിഞ്ഞു, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും. സന്തോഷമുണ്ട്. എന്ത് പറയുന്നു? എത്ര ക്ലാസ്സിലേക്കാണ്? ഞാൻ 10th. പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. സന്തോഷമുണ്ട്.
ചടങ്ങുകളൊക്കെ നടക്കുന്നു. ആരതി ഒഴിഞ്ഞാണ് അധ്യാപകർ സ്വീകരിച്ചത്. അതൊക്കെ ഒരു സന്തോഷം തന്നെയാണ്, പ്രത്യേകത തന്നെയാണ്. അതെ, എത്ര ക്ലാസ്സിലേക്കാണ് പോകുന്നത്? 10ല്. പ്രധാനപ്പെട്ട ക്ലാസ്സാണ്. അതെ അതെ. എന്ത് പറയുന്നു? നമുക്ക് നന്നായിട്ട് പഠിക്കുക, മാർക്ക് മേടിക്കുക, അതിന് ഈ സ്കൂൾ നമുക്ക് അനുയോജ്യമായ ഒരു അവസരം ഒരുക്കി തരുന്ന അതിൽ സന്തോഷം. പുതിയ കുട്ടികളെ സ്വീകരിക്കാൻ ഇപ്പം നിങ്ങൾ ഏറ്റവും സീനിയർ ആണല്ലോ, 10ാം ക്ലാസ്. എന്താണ് പരിപാടി? പുതിയ കുട്ടികളെ സ്വീകരിക്കാൻ നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച് നമ്മളെ അവരെയും വരവേൽക്കുക ഈ സ്കൂളിലേക്ക്, അത്ര തന്നെ. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികൾക്ക് വേണ്ടി അണിനിരന്നിരിക്കുന്ന കുട്ടികളെയാണ് നമ്മൾ സ്കൂളിൻ്റെ വിദ്യാലയത്തിൻ്റെ മുൻപിൽ കാണുന്നത്. ഇങ്ങനെയുള്ള ചടങ്ങുകളോട് കൂടി 1ാം ക്ലാസ്സിൽ ഇവിടെ പ്രവേശനം നേടുന്ന പുതിയ കുട്ടികളെ സ്വീകരിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടുത്തെ സീനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും ചേർന്നുകൊണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ തുടക്കം മുതൽ പറയുന്നത് പോലെ തന്നെ നമ്മുടെ തനതായ ഭാരതീയ സംസ്കാരത്തിൻ്റെ പൈതൃകത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ ചടങ്ങുകൾ നടക്കുന്നത്. അത് പുതിയ തലമുറയിലേക്ക് അത്തരത്തിലുള്ള വിശിഷ്ടമായിട്ടുള്ള ചടങ്ങുകൾ പകർന്നു നൽകുന്നു, അത്തരത്തിലുള്ള വിശിഷ്ടമായിട്ടുള്ള കാഴ്ചകൾ പകർന്നു നൽകുന്നു. അത് തന്നെയാണ് മിഥുൻ. എന്തായാലും അരവിന്ദോയിൽ നിന്നുള്ള കാഴ്ചകൾ അങ്ങേയറ്റം മനോഹരമാണ്. ഭാരതത്തിൻ്റെ തനത് സംസ്കൃതി ഉയർത്തി പിടിച്ചുകൊണ്ട് ആരതി ഒഴിഞ്ഞും മറ്റുമാണ് അവിടെ കുരുന്നുകളെ സ്കൂളിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള സ്കൂൾ പ്രവേശന മഹോത്സവങ്ങൾ നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു.